എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജോഗ്രഫി തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടി കാണാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം കന്യാകുമാരി. ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും എവിടെയാണ് സംഗമിക്കുന്നത്? കന്യാകുമാരിയിൽ വെച്ചാണ് സംഗമിക്കുന്നത്. അടുത്തത്, ഏത് സംസ്ഥാനത്തെ സുഖവാസ കേന്ദ്രമാണ് അരഗുവാലി? ഏത് സംസ്ഥാനത്തെ സുഖവാസ കേന്ദ്രമാണ് അരഗുവാലി? അരഗുവാലി ആന്ധ്രാപ്രദേശിലെ സുഖവാസ കേന്ദ്രമാണ്. അരഗുവാലി ആന്ധ്രാപ്രദേശ്. ബോർഘട്ട്, താൽഘട്ട് ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ബോർഘട്ട്, താൽഘട്ട് ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. ബോർഘട്ട്, താൽഘട്ട് ചുരങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തവാങ്ങിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ചുരം സേല ചുരം. സേല ചുരം. അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെ പുറം ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് സേല ചുരം. നമേരി, ഒറാങ്, മാനസ് കടുവാ സങ്കേതങ്ങൾ ഏത് സംസ്ഥാനത്താണ്? നമേരി, ഒറാങ്, മാനസ് എന്നീ കടുവാ സങ്കേതങ്ങൾ ഏത് സംസ്ഥാനത്താണ്? അസം സംസ്ഥാനത്തിലാണ്. നമേരി, ഒറാങ്, മാനസ് കടുവാ സങ്കേതങ്ങൾ അസം സംസ്ഥാനത്തിലാണ്. ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി. ഏത് സംസ്ഥാനത്തെ സുഖവാസ കേന്ദ്രമാണ് അരഗുവാലി? ആന്ധ്രാപ്രദേശ്. ബോർഘട്ട്, താൽഘട്ട് ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ചുരം സേല ചുരം. നമേരി, ഒറാങ്, മാനസ് കടുവാ സങ്കേതങ്ങൾ ഏത് സംസ്ഥാനത്താണ്? അസം സംസ്ഥാനത്താണ്. അടുത്തത്, നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷകനദി. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷകനദിയാണ് ഘാഗ്ര. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷകനദിയാണ് ഘാഗ്ര. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഹൂഗ്ലി നദിയിലാണ്. ഏത് സംസ്ഥാനത്താണ് മഹാകാളി ഉത്ഭവിക്കുന്നത്? ഏത് സംസ്ഥാനത്താണ് മഹാകാളി ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ. ഏത് സംസ്ഥാനത്താണ് മഹാകാളി ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിൽ. ഗംഗയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷകനദി. ഗംഗയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷകനദി യമുന. ഗംഗയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷകനദിയാണ് യമുന. ഷെവറോയ് മലനിരകൾ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? ഷെവറോയ് മലനിരകൾ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? പൂർവഘട്ടം. ഷെവറോയ് മലനിരകൾ പൂർവഘട്ടത്തിന്റെ ഭാഗമാണ്. കപമോട്സു താഴ്വരകൾ കാണപ്പെടുന്ന സംസ്ഥാനം. കപമോട്സു താഴ്വരകൾ കാണപ്പെടുന്ന സംസ്ഥാനം നാഗാലാൻഡ്. കപമോട്സു താഴ്വരകൾ കാണപ്പെടുന്ന സംസ്ഥാനം നാഗാലാൻഡ്. ഒന്നുകൂടി. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷകനദി ഘാഗ്ര. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. ഏത് സംസ്ഥാനത്താണ് മഹാകാളി ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിൽ. ഗംഗയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷകനദി യമുന. ഷെവറോയ് മലനിരകൾ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? പൂർവഘട്ടം. കപമോട്സു താഴ്വരകൾ കാണപ്പെടുന്ന സംസ്ഥാനം നാഗാലാൻഡ്. അടുത്തത്, യെറുകാട് സുഖവാസ കേന്ദ്രം ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? യെറുകാട് സുഖവാസ കേന്ദ്രം ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഷെവറോയ് മലനിരകൾ. ഷെവറോയ് മലനിരകൾ ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടാണ്. യെറുകാട് സുഖവാസ കേന്ദ്രം ഷെവറോയ് മലനിരകൾ തമിഴ്നാട്. മോട്ടോർ വാഹനങ്ങൾക്ക് അനുമതിയില്ലാത്ത ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷൻ. മോട്ടോർ വാഹനങ്ങൾക്ക് അനുമതിയില്ലാത്ത ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷൻ മദേരൻ. മദേരൻ. മോട്ടോർ വാഹനങ്ങൾക്ക് അനുമതിയില്ലാത്ത ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷനാണ് മദേരൻ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് സാൽസെറ്റ് മഹാരാഷ്ട്രയിലാണ്.
സാൽസെറ്റ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് സാൽസെറ്റ് മഹാരാഷ്ട്ര. ഒന്നുകൂടി, എറുകാട് സുഖവാസ കേന്ദ്രം ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഷെവറോയ് മലനിരകൾ, തമിഴ്നാട് സംസ്ഥാനം. മോട്ടോർ വാഹനങ്ങൾക്ക് അനുമതിയില്ലാത്ത ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷൻ മദേരൻ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് സാൽസെറ്റ് മഹാരാഷ്ട്ര. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.